ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റായ ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം ആണ് നോക്കാൻ പോകുന്നത്. ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം എന്നാൽ സ്വാതന്ത്ര്യത്തിൻ്റെ പറക്കലുകൾ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഉയർച്ച, യാത്ര എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഫ്ലൈറ്റ് എന്നത് ഇവിടെ പക്ഷിയുടെ പറക്കൽ മാത്രമല്ല, ഉയർച്ച, മുന്നേറ്റം, സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര എന്ന അർത്ഥത്തിലുമൊക്കെ ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഒരു സ്പീച്ചാണ്, ദ 3 L's ഓഫ് എംപവർമെൻറ്റ് ബൈ ക്രിസ്റ്റീൻ ലഗാർഡ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഇറ്റ് ഈസ് ഗ്രേറ്റ് ടു ബി എമംഗ് ഫ്രണ്ട്സ് ആൻഡ് കിൻഡ്രഡ് സ്പിരിറ്റ്സ്. സുഹൃത്തുക്കൾക്കും സമാന ചിന്താഗതിക്കാർക്കുമിടയിലായിരിക്കുന്നത് വലിയൊരു സന്തോഷമാണ്. ദ 21st century possesses many challenges that require new ways of thinking. 21ാം നൂറ്റാണ്ട് പുതിയ ചിന്താരീതിയിൽ ആവശ്യപ്പെടുന്ന ഒട്ടേറെ വെല്ലുവിളികൾ ഉയർത്തുന്നു. നൺ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ ഇക്കോണമിക് റോൾ ഓഫ് വിമൺ ഇൻ എ റാപ്പിഡ്ലി ചേഞ്ചിങ് വേൾഡ്. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് സ്ത്രീകളുടെ സാമ്പത്തിക പങ്കിനേക്കാൾ പ്രധാനപ്പെട്ടതായി മറ്റൊന്നുമില്ല. ബട്ട് വിമൻ ടുഡേ റിമൈൻ ബ്ലോക്ക്ഡ് ഫ്രം കോൺട്രിബ്യൂട്ടിംഗ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. എന്നാൽ സ്ത്രീകൾക്ക് അവരുടെ യഥാർത്ഥ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിൽ ഇന്നും തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നു. ദിസ് ഹാസ് എ ഹ്യൂജ് കോസ്റ്റ്. ഇത് വലിയ നഷ്ടമുണ്ടാക്കുന്നു. ഇൻ സം കൺട്രീസ് പെർ ക്യാപിറ്റ ഇൻകം ലാഗ് സിഗ്നിഫിക്കൻ്റ്ലി ബിക്കോസ് വിമൻ ആർ ഡിനൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. ചില രാജ്യങ്ങളിൽ സ്ത്രീകൾക്ക് തുല്യ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നതിനാൽ ആളോഹരി വരുമാനം വളരെ പിന്നിലാണ്. They represent half the world's population but contribute far less than 50% of economic activity. ലോക ജനസംഖ്യയുടെ പകുതിയാണെങ്കിലും സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ 50% താഴെ മാത്രമേ അവർ സംഭാവന ചെയ്യുന്നുള്ളൂ. What is needed to change this picture is a concerted effort to open the door to opportunity. ഈ ചിത്രം മാറ്റാൻ, അവസരങ്ങളുടെ വാതിൽ തുറക്കാൻ ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു ശ്രമം ആവശ്യമാണ്. വിത്ത് വാട്ട് ഐ കോൾ ദ 3 L's ഓഫ് വിമൻസ് എംപവർമെൻറ്റ്: ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. സ്ത്രീ ശാക്തീകരണത്തിനായി ഞാൻ പറയുന്ന 3 L'കൾ ഉപയോഗിച്ച് പഠനം, തൊഴിൽ, നേതൃത്വം. ഫസ്റ്റ് അബൌട്ട് ലേണിംഗ്. എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഈസ് ബിൽഡ്. ആദ്യം പഠനത്തെക്കുറിച്ച്. ഏത് മാറ്റത്തിൻ്റെയും അടിസ്ഥാനം വിദ്യാഭ്യാസമാണ്. ലേണിംഗ് ഹെൽപ്സ് വിമൻ ടു ഹെൽപ്പ് ദംസെൽവ്സ് ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. സ്ത്രീകൾക്ക് സ്വയം സഹായിക്കാനും അടിച്ചേൽപ്പിക്കപ്പെട്ട വിലക്കുകൾ തകർക്കാനും പഠനം സഹായിക്കുന്നു. നോവർ ഈസ് ദിസ് മോർ എസെൻഷ്യൽ ദാൻ ഇൻ ദ ഡെവലപ്പിംഗ് വേൾഡ്. വികസ്വര രാജ്യങ്ങളിൽ അത്ര അത്യാവശ്യമായി ഇത് മറ്റൊരിടത്തുമില്ല. There is an African adage that goes, if you educate a people, you train a man. If you educate a girl, you train a village. നിങ്ങളൊരു ആൺകുട്ടിയെ പഠിപ്പിച്ചാൽ നിങ്ങളൊരു വ്യക്തിയെ പരിശീലിപ്പിക്കുന്നു. നിങ്ങളൊരു പെൺകുട്ടിയെ പഠിപ്പിച്ചാൽ നിങ്ങൾ ഒരു ഗ്രാമത്തെ തന്നെ പരിശീലിപ്പിക്കുന്നു എന്നൊരു ആഫ്രിക്കൻ ചൊല്ലുണ്ട്. ഇഫ് ലേണിംഗ് ഈസ് ജസ്റ്റ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ലേബർ ഈസ് ദ സെക്കൻഡ്. പഠനം എന്നത് ആദ്യത്തെ പടി മാത്രമാണെങ്കിൽ തൊഴിലാണ് രണ്ടാമത്തേത്. ലേബർ ഫെസിലിറ്റേറ്റ്സ് വിമൻ ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. തൊഴിൽ സ്ത്രീകൾക്ക് വളരാനും അവരുടെ യഥാർത്ഥ കഴിവുകൾ തെളിയിക്കാനും അവസരം നൽകുന്നു. ബട്ട് അറ്റ് പ്രസൻറ്റ് വെൻ വിമൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ വർക്ക് പ്ലേസ്, ദേ ടു ഓഫൺ ടെൻഡ് ടു ഗെറ്റ് സ്റ്റക്ക് ഇൻ ലോ പേയിങ്, ലോ സ്റ്റാറ്റസ് ആൻഡ് ലോ സെക്യൂരിറ്റി ജോബ്സ്. എന്നാൽ നിലവിൽ സ്ത്രീകൾ ജോലിയിൽ ഏർപ്പെടുമ്പോൾ പലപ്പോഴും കുറഞ്ഞ വേതനവും കുറഞ്ഞ പദവിയും സുരക്ഷിതമില്ലാത്തതുമായ ജോലികളിൽ ഒതുങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഗ്ലോബലി വിമൻ ഏൺ ഓൺലി 3/4 as much as men, even with the same level of education and in the same occupation. ലോകമെമ്പാടുമുള്ള സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ 3/4 മാത്രം വേതനം നേടുന്നവരായി തുടരുന്നു, തുല്യ വിദ്യാഭ്യാസവും ജോലിയും ഉണ്ടായിട്ടുപോലും. ഷുവർലി വൺ ഓഫ് അവർ മോസ്റ്റ് ബേസിക് നോംസ് ഷുഡ് ബി ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. തീർച്ചയായും നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ മാനദണ്ഡങ്ങളിലൊന്ന് തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നതായിരിക്കണം. റീസെൻറ്റ് റിസർച്ചസ് ഷോ ദാറ്റ് eliminating gender gaps in economic
പാർട്ടിസിപ്പേഷൻ ക്യാൻ ബ്രിങ് ആൻ ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം. സാമ്പത്തിക പങ്കാളിത്തത്തിലെ ലിംഗഭേദം ഇല്ലാതാക്കുന്നത് ആളോഹരി വരുമാനം വർദ്ധിപ്പിക്കുമെന്ന് സമീപകാല ഗവേഷണങ്ങൾ കാണിക്കുന്നു. We can undoubtedly promote more opportunity for women in the workplace. ജോലിസ്ഥലത്ത് സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങൾ നമുക്ക് നിസ്സംശയം പ്രോത്സാഹിപ്പിക്കാം. It is all about changing laws, for example, by ensuring that property and inheritance laws do not discriminate against women. നിയമങ്ങളിൽ മാറ്റം വരുന്നതിനെക്കുറിച്ചാണിത്. ഉദാഹരണത്തിന്, സ്വത്തവകാശ നിയമങ്ങൾ സ്ത്രീകൾക്ക് വിവേചനം കാണിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക. It also means policies that encourage education and health care. വിദ്യാഭ്യാസത്തെയും ആരോഗ്യ പരിപാലനത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങളും ഇതിനർത്ഥമുണ്ട്. Moreover, we need to provide greater access to credit so that women can achieve greater economic independence. കൂടാതെ സ്ത്രീകൾക്ക് കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിനായി വായ്പകൾക്ക് കൂടുതൽ പ്രവേശനം നൽകേണ്ടതുമുണ്ട്. സോ ലേണിംഗ് ആൻഡ് ലേബർ ആർ കീ ഫാക്ടേഴ്സ്. അതിനാൽ പഠനവും തൊഴിലും പ്രധാന ഘടകങ്ങളാണ്. ദ തേർഡ് എൽ ഈസ് ലീഡർഷിപ്പ് ദാറ്റ് എനാബിൾസ് വിമൻ ടു റൈസ് ആൻഡ് ഫുൾഫിൽ ദെയർ ഇന്നേറ്റ് എബിലിറ്റീസ് ആൻഡ് ടാലൻറ്റ്സ്. മൂന്നാമത്തെ എൽ എന്നത് സ്ത്രീകൾക്ക് ഉയർന്നു വരാനും അവരുടെ അന്തർലീനമായ കഴിവുകളും സിദ്ധികളും നിറവേറ്റാനും പ്രാപ്തമാക്കുന്ന നേതൃത്വമാണ്. ഹിയർ ദർ ഇസ് പ്ലെൻറ്റി ഓഫ് റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ്. ഇവിടെ മെച്ചപ്പെടുത്താൻ ധാരാളം അവസരങ്ങളുണ്ട്. The irony is that when women lead, they tend to do as good a job as others, if not a better job. സ്ത്രീകൾ നേതൃത്വം നൽകുമ്പോൾ അവർ മറ്റുള്ളവരെ പോലെ തന്നെ മികച്ച രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച രീതിയിൽ ജോലി ചെയ്യുന്നു എന്നതാണ് ഇതിലെ വൈരുദ്ധ്യം. They are more likely to make decisions based on consensus, building inclusion, compassion, and with a focus on long-term sustainability. സമവായം കെട്ടിപ്പടുക്കൽ, ഉൾപ്പെടുത്തൽ, അനുകമ്പ, ദീർഘകാല സുസ്ഥിരത എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ അവർ കൂടുതൽ സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് വിമൻ സംടൈംസ് ലാക്ക് ദ കോൺഫിഡൻസ് ടു മാച്ച് ദെയർ കോമ്പറ്റൻസ്. സ്ത്രീകൾക്ക് ചിലപ്പോൾ അവരുടെ കഴിവിനൊത്ത ആത്മവിശ്വാസം ഉണ്ടാകാറില്ല എന്നത് സത്യമാണ്. But they need to change that mindset and reset the narrative in their favor. എന്നാൽ അവർ ആ മനോഭാവം മാറ്റുകയും തങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ പുനർനിർവചിക്കുകയും വേണം. So, it is essential that women be ready to dare the difference, to take risks and step outside their comfort zones. അതിനാൽ സ്ത്രീകൾ വ്യത്യസ്തമാകാൻ ധൈര്യപ്പെടാൻ, അതായത് റിസ്ക് എടുക്കുവാനും അവരുടെ കംഫർട്ട് സോണിന് പുറത്തു കടക്കുവാനും തയ്യാറാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. Nonetheless, even those with the drive to succeed continue to face barriers, whether we are talking about providing primary education for girls in a village or executive positions for women in business. എന്നിരുന്നാലും വിജയിക്കാനുള്ള ആഗ്രഹമുള്ളവർ പോലും തടസ്സങ്ങൾ നേരിടുന്നത് തുടരുന്നു. ഒരു ഗ്രാമത്തിലെ പെൺകുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്നതിനെക്കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ ബിസിനസ്സിൽ സ്ത്രീകൾക്ക് എക്സിക്യൂട്ടീവ് സ്ഥാനങ്ങൾ നൽകുന്നതിനെക്കുറിച്ചാണെങ്കിലും. It is time to create a world where all women can meet their potential without impediment or prejudice, and the world will reap the benefits. എല്ലാ സ്ത്രീകൾക്കും തടസ്സങ്ങളോ മുൻവിധികളോ കൂടാതെ തങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാൻ കഴിയുന്ന ഒരു ലോകം കെട്ടിപ്പടുക്കേണ്ട സമയമാണിത്. ലോകം അതിൻ്റെ നേട്ടങ്ങൾ കൊയ്യും. The 3 L's will help us get there. 3 എല്ലുകൾ നമ്മെ അവിടെ എത്താൻ സഹായിക്കും. ഇഫ് വി ഡെയർ ദ ഡിഫറൻസ് വിൽ ഡെലിവർ. നമ്മൾ വ്യത്യസ്തമാകാൻ ധൈര്യപ്പെട്ടാൽ ആ വ്യത്യാസം ഫലം നൽകും. താങ്ക് യു വെരി മച്ച്. വളരെ നന്ദി.